നോക്കുന്നത് ടോട്ടലൈസേഷൻ സ്റ്റേഷൻ സെറ്റപ്പ് ആണ്. ഓറിയന്റേഷൻ വിത്ത് കോർഡിനേറ്റ് മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെ ടോട്ടലൈസേഷൻ സെറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ടോട്ടലൈസേഷൻ ലെവൽ ചെയ്ത് സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾക്ക് കോർഡിനേറ്റ് അറിയാവുന്ന ഒരു പോയിന്റിലായിരിക്കണം ടോട്ടലൈസേഷൻ ലെവൽ ചെയ്ത് സെറ്റ് ചെയ്യേണ്ടത്. ഇത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വച്ചിരിക്കുന്ന ഒരു ബെഞ്ച് മാർക്കാണ്. ഇതിലാണ് നമ്മൾ സ്റ്റേഷൻ സെറ്റ് ചെയ്യുന്നത്. മെഷീൻ്റെ സെൻറ്ററാണ് ആ ലേസർ കാണുന്നത്. അത് കറക്റ്റ് ആ നമ്മുടെ ബെഞ്ച് മാർക്കിൽ കറക്റ്റ് വരണം. ഇപ്പോൾ അത് കറക്റ്റ് സെൻറ്ററിലല്ല. ലേസർ കറക്റ്റ് സെൻറ്ററിലാക്കി നമുക്ക് മെഷീൻ ലെവൽ ചെയ്യാം. ഇപ്പോൾ മെഷീൻ ലെവലായിട്ടുണ്ട്. ലേസർ കറക്റ്റ് നമ്മുടെ ബെഞ്ച് മാർക്കിൻ്റെ സെൻറ്ററിലുമാണ്. ഇനി നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ മാനേജിൽ ജോബ് സെറ്റ് ചെയ്യുക. അതിനുശേഷം പ്രോഗ്രാമിൽ സ്റ്റേഷൻ സെറ്റപ്പ് സെലക്ട് ചെയ്യുക. നമ്മൾ സ്റ്റേഷൻ സെറ്റപ്പിന് ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. റിസെക്ഷൻ മെത്തേഡ് ഉപയോഗിച്ചും ഓറിയന്റേഷൻ വിത്ത് ആംഗിൾ മെത്തേഡ് ഉപയോഗിച്ചും എങ്ങനെ സ്റ്റേഷൻ സെറ്റ് ചെയ്യാമെന്ന വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഓറിയന്റേഷൻ വിത്ത് കോർഡിനേറ്റ് ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓറിയന്റേഷൻ വിത്ത് കോർഡിനേറ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം സ്റ്റേഷൻ സെലക്ട് ചെയ്ത് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് നൽകുക. സ്റ്റേഷൻ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച ബെഞ്ച് മാർക്കാണ്. ലേസർ കറക്റ്റ് സെൻറ്ററിലാക്കി വെച്ച ബെഞ്ച് മാർക്ക് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ബേസ്മെൻറ്റ് ഫ്ലോർ 16 എന്ന ബെഞ്ച് മാർക്കിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ മെഷീനിൽ സേവ് അല്ലെങ്കിൽ ENH ഞെക്കിയിട്ട് നമുക്ക് എൻ്റർ ചെയ്ത് കൊടുത്താലും മതി. ഇനി ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് ആണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മുടെ ബെഞ്ച് മാർക്കിൻ്റെ ടോപ്പിൽ നിന്നും മെഷീൻ്റെ ആ ക്രോസ് ലൈൻ വരെയുള്ള ഹൈറ്റാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതിനുശേഷം കണ്ടിന്യൂ പ്രസ് ചെയ്യുക. എൻ്റർ ദ ടാർഗറ്റ് പോയിന്റ്. നമ്മൾ ഏത് പോയിന്റിലേക്കാണോ ഓറിയന്റേഷൻ ചെയ്യുന്നത് ആ പോയിന്റാണ് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മളുടെ മെഷീനിൽ സേവ് ആണെങ്കിൽ ലിസ്റ്റിൽ നിന്നും നമുക്ക് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ ENHൽ നിന്നും നമുക്ക് അത് എൻ്റർ ചെയ്ത് കൊടുക്കാം. നമ്മുടെ മെഷീനിൽ ആ ബെഞ്ച് മാർക്ക് സേവ് ആണ്. അതുകൊണ്ട് നമ്മൾ ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ബേസ്മെൻറ്റ് ഫ്ലോർ 15 എന്ന ബെഞ്ച് മാർക്കാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മുടെ ടാർഗറ്റ് പോയിന്റിലേക്ക് നമുക്ക് മെഷർ ചെയ്യാം. ടെലസ്കോപ്പിലെ ക്രോസ് ഹെയർ പ്രിസത്തിൽ കറക്റ്റ് ചെയ്ത് വച്ച ശേഷം മെഷർ ഞെക്കുക. നമുക്ക് മറ്റൊരു ബെഞ്ച് മാർക്കിലേക്ക് കൂടി സൈറ്റ് ചെയ്യണമെങ്കിൽ മെഷർ മോർ പോയിന്റ് F1 പ്രസ് ചെയ്ത ശേഷം ബെഞ്ച് മാർക്ക് സെലക്ട് ചെയ്ത് നമുക്ക് അതിലേക്ക് സൈറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം കമ്പ്യൂട്ട് പ്രസ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ സ്റ്റേഷൻ റിസൾട്ടാണ് വന്നിരിക്കുന്നത്. സെറ്റ് പ്രസ് ചെയ്യാം. ഹൈറ്റ് ട്രാൻസ്ഫർ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത ഹൈറ്റ് ആണ് ഓൾഡ് എന്ന് പറഞ്ഞ് അതിൽ കാണിച്ചിരിക്കുന്നത്. ന്യൂ എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത് മെഷീൻ മെഷർ ചെയ്ത ഹൈറ്റും. നമുക്ക് ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്താൽ ഓറിയന്റേഷൻ സെറ്റാവും. ഓൾഡ് പ്രസ് ചെയ്താൽ നമ്മൾ എൻ്റർ ചെയ്ത ഹൈറ്റിലും, ന്യൂ പ്രസ് ചെയ്താൽ മെഷീൻ റീഡ് ചെയ്ത ഹൈറ്റിലും, ആവറേജ് പ്രസ് ചെയ്താൽ അതിൻ്റെ രണ്ടിൻ്റെയും ഒരു ആവറേജിലും മെഷീൻ്റെ ഓറിയന്റേഷൻ സെറ്റാവുന്നതാണ്. നമുക്ക് ഓൾഡ് വെച്ച് സെറ്റ് ചെയ്യാം. നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത ഹൈറ്റ് വെച്ച് സെറ്റ് ചെയ്യാം. ഇപ്പോൾ മെഷീൻ്റെ ഓറിയന്റേഷൻ സെറ്റായി. ഇനി നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം.